ഹായ് ഹലോ സുഖം തന്നെയല്ലേ. നമുക്കിന്നൊരു ചേമ്പ് പറിച്ചെടുക്കാം. മഴ പെയ്ത് കുതിർന്നതുകൊണ്ട് കൈക്കോട്ടൊന്നും വേണ്ടി വന്നില്ല. 2-3 വലി വലിച്ചപ്പോഴേക്കും ചേമ്പ് പോന്നു. ഈ ഭാഗം കൊണ്ട് നിങ്ങൾ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെ ഇതിന് ചേമ്പൻ തള്ളാന്നാണ് കേട്ടോ പറയുന്നത്. എല്ലാവരും തന്നെയായിരിക്കും പറയുന്നത്. ചേമ്പൻ തള്ളയുടെ ഏറ്റവും അടിയിലെ വേരുള്ള ഭാഗമല്ലേ, അവിടെ ചിലപ്പോൾ വേവണമെന്നില്ല കേട്ടോ. വേരുള്ള ഭാഗത്തിന് മുകളിലും ആ തണ്ടിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു കുറച്ച് ഭാഗമാണ് കേട്ടോ ഈ ഉപ്പേരിയൊക്കെ വെക്കാൻ ഏറ്റവും രസവും വേവും ചെയ്യാം. കറികളിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. തോരൻ പക്ഷേ എല്ലാവരും ഒന്നും വെക്കില്ല എന്നെനിക്ക് തോന്നുന്നത്. ആ ഭാഗം മുറിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കണം കേട്ടോ. ചെറുപ്പത്തിലേ ഇതൊക്കെ ഇഷ്ടംപോലെ ഉപ്പേരി വെച്ച് കൂട്ടിയോണ്ടേ ഇതൊക്കെ എപ്പോഴും നല്ല ഇഷ്ടമാണ്. ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. തൊലി കളഞ്ഞ് വെച്ച ചേമ്പും കഷ്ണമൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇത് കഴുകിയാൽ ആകെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം. കഷ്ണം നുറുക്കിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നാളികേരമൊന്നും വേണ്ടല്ലോ, അങ്ങനെയും നല്ല രസമാണ് കേട്ടോ. കഷ്ണം നുറുക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തോരനായതുകൊണ്ട് നാളികേരവും ചെറിയുള്ളിയും മുളക് ഇതെല്ലാം മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിക്ക് വറവിടാം. പാനിലെ എണ്ണയിൽ കടുകിട്ട് പൊട്ടി വരുമ്പോൾ സവാള അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുക. വറവിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഗ്രേറ്റ് ചെയ്തത് ഇല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ തോന്നും. നമ്മളത് നല്ലോണം ഉലർത്തി എടുക്കണം. വെള്ളമൊന്നും തളിച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അടച്ച് വെച്ച് ഇങ്ങനെ പതുക്കെ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് അടച്ച് വെച്ച് വേവിക്കണം. ചതച്ച് വെച്ച നാളികേരം, ഉള്ളി, പച്ചമുളക് നമുക്ക് ഇത് ചേർത്ത് വെക്കും. അങ്ങനെ നല്ല ക്ഷമയോടുകൂടി വടർത്തി നന്നായിട്ട് ഇത് വേവിച്ചെടുക്കും. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ മാത്രം മതിയെ. നുറുക്കി വെച്ച ഉപ്പേരി നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഗ്രേറ്റ് ചെയ്തത് അങ്ങനെ വല്ലാണ്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ഏതായാലും ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ കമൻറ്റിൽ പറയണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.